ജപ്തി ചെയ്ത വീടിന്റെ മുറ്റത്ത് നിസ്സഹായ അവസ്ഥയിൽ അന്ധയായ അമ്മയും മകനും. പറവൂർ താന്നിപ്പാടം മുണ്ടുരുത്തി സ്വദേശിയായ റാഫിയും അന്ധയായ അമ്മയുമാണ് ഇനി എന്തെന്ന ചോദ്യത്തിനു മുൻപിൽ ഉത്തരമില്ലാതെ വഴിമുട്ടി നിൽക്കുന്നത്. തന്റെ പിതാവ് സ്വകാര്യ ബാങ്കിൽ നിന്നും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കെടുത്ത വായ്പ തിരിച്ചടക്കാത്തതിനെ തുടർന്നാണ് ബാങ്ക് അധികൃതർ വീട് ജപ്തി ചെയ്തത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്ക് പുറമെ അന്ധതയും ഈ കുടുംബത്തെ ഏറെ വലയ്ക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ അടുത്ത് ഇട്ടുകൊണ്ട് പോയതാണ്. ഇവിടെ വന്നപ്പോൾ കയറാഞ്ഞപ്പോൾ എഴുതിയിട്ടേക്കിടന്ന് എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. സാറേ ആരാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ വന്നേക്കിടന്ന് കണ്ണിന് കാഴ്ചയില്ലാത്തവളല്ലേ, സഹായിക്ക് ഞങ്ങളെ ഒന്ന്. നേരമായിട്ടും വെള്ളം കുടിക്കാൻ പറ്റിയിട്ടില്ല. ഗുളികം കഴിച്ചു പോകുന്നതാണ് ആശുപത്രിയിൽ നിന്ന്. പറവൂർ സ്വദേശിയായ റാഫിയും അന്ധയായ അമ്മയുമാണ് എങ്ങോട്ട് പോകണമെന്നറിയാതെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്നത്. സ്വകാര്യ ബാങ്കിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് രോഗം മൂലം മുടങ്ങിയതോടെയാണ് ഇരുവരും പെരുവഴിയിലായത്. ഓട്ടോ ഓടി കിട്ടുന്ന തുക കൊണ്ട് ദിനംപ്രതി കഴിഞ്ഞിരുന്ന റാഫിയുടെ കണ്ണിന് പറ്റിയ അപകടമാണ് അദ്ദേഹത്തെ ഈയൊരു ദുരവസ്ഥയിലെത്തിച്ചത്. ഞാൻ ഒരു കടച്ചിൽ തൊഴിലാളിയായിരുന്നു. അപ്പോൾ ആ കടച്ചിലിൻ്റെ സമയത്താണ് എനിക്ക് കണ്ണിന് ഒരു ആക്സിഡൻറ്റ് പറ്റിയത് കിടക്കുന്ന സമയത്ത്. അപ്പോൾ ആ വിഷയത്തിൽ എനിക്ക് ലോൺ അടയ്ക്കാനോ ചില പിന്നെ അപ്പച്ചൻ്റെ അസുഖം അമ്മയുടെ അസുഖം മൂലം കൂടുതൽ കടങ്ങളിലേക്ക് ബാധ്യതയിലേക്ക് വന്നു. 2010 വീട്ടുടമയായ റാഫിയുടെ പിതാവ് വറീദ് കുട്ടി ബാങ്കിൽ നിന്നും 3 ലക്ഷം രൂപ വായ്പയായി എടുത്തത്. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കും മക്കളെ കെട്ടിച്ചയക്കാനുമാണ് ബാങ്കിൽ നിന്നും വായ്പ എടുത്തത്. പിന്നീട് അസുഖത്താൽ അദ്ദേഹം മരണപ്പെട്ടതോടെ ആ കടബാധ്യത മുഴുവൻ മകൻ റാഫി ഏറ്റെടുക്കേണ്ടി വന്നു. 3 പെങ്ങന്മാരാണ് എനിക്കുള്ളത്. അവരെ കെട്ടിച്ചയക്കേണ്ട ഒരു ബാധ്യതകളും എനിക്ക് അപ്പച്ചനും ഉണ്ടായിരുന്നു. അതിന് പിന്നെയാണ് അപ്പച്ചൻ ഈ 3 വർഷത്തിനുള്ളിൽ മരണപ്പെടുന്നത്. റാഫിയും അന്ധയായ അമ്മയുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. അമ്മയ്ക്ക് പെട്ടെന്നുണ്ടായ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം അമ്മയുമായി ആശുപത്രിയിലേക്ക് പോയ സമയമാണ് ബാങ്ക് അധികൃതർ എത്തി വീട് ജപ്തി ചെയ്തത്. കണ്ണു കാണാത്ത അമ്മച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്താണ് ഇവിടെ ജപ്തി ചെയ്ത് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ ലോക്കിട്ട് ഞങ്ങളെ പുറത്താക്കി നിർത്തിയേക്കണം. ഞങ്ങൾക്ക് എവിടെ പോകണമെന്ന് ഒരു നിവൃത്തിയിൽ കണ്ണ് കാണാത്ത അമ്മനെ കൂടി എങ്ങനെ ചെയ്യണമെന്ന് തന്നെ എനിക്കറിയില്ല. എനിക്ക് പെടുന്നതിന് ശ്വാസം മുട്ടും പ്രഷറൊക്കെ എല്ലാം കൂടി അങ്ങനെ ആസ്പത്രിയിൽ കൊണ്ടുപോയി. ഏത് ആസ്പത്രിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കണ്ണും കണ്ടുകൂടാ. തിരിച്ചു വരുമ്പോ ഇവിടെ കയറിയപ്പോ ഞങ്ങളെ കേട്ടണില്ല. ഞങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. ഞങ്ങളെ കഷ്ടപ്പെടുത്തേന് സഹായിക്ക്, ഞങ്ങളെ സഹായിക്ക്. എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കൊന്നുകളാ. തങ്ങളുടെ അവശ്യ വസ്തുക്കളും വസ്ത്രങ്ങളും വീടിന്റെ ഉള്ളിൽ അകപ്പെട്ടതിനാൽ കണ്ണ് കാണാത്ത അമ്മയുമായി എങ്ങോട്ട് പോകുമെന്ന ചോദ്യത്തിനു മുൻപിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് ഈ കുടുംബം. എൻ്റെ അമ്മ വയ്യാത്തതിൻ്റെ പേരിൽ ഞാൻ കല്യാണിക്കും കഴിക്കാത്ത ആളാണ്. എൻ്റെ അമ്മനെ കുളിപ്പിക്കലും എല്ലാം ചെയ്യണത് ഞാനാണ്. നോക്കണാക്കിയാലും ഓട്ടോ ഓടിക്കാനായിട്ട് പോകാൻ പറ്റുന്നില്ല. അതായത് എൻ്റെ ഡ്രസ്സ് കാര്യങ്ങൾ അമ്മയുടെ ഡ്രസ്സ് കുളിയ ഒക്കെ ഇതിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. ഞാൻ ലോക്കിട്ട് പോയതാണ്, പൊളിച്ചിട്ട് പുതിയ ലോക്കിട്ട് അവർ അടച്ചിടുമ്പോൾ എനിക്ക് ഉള്ളിൽ കയറാനോ എനിക്ക് ഒരു നിവൃത്തിയിലേക്ക് ഇനി ഇരിക്കുകയാണ്. ഞങ്ങൾ മുറ്റത്ത് തന്നെ കഴിച്ചു കൂട്ടുകയാണ് ഇതായിട്ട്. ന്യൂസ് ബ്യൂറോ, പറവൂർ. 5 പവനിൽ തുടങ്ങുന്ന വിവാഹ സെറ്റുകൾ. ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണവും HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങളായി ഹോൾസെയിൽ വിലയിൽ മാറ്റി വാങ്ങുവാൻ അവസരം. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ. അലീന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.